എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ കുറ്റിപ്പുറത്തുള്ള ചോറും മീനും എന്നു പേരുള്ള ഹോട്ടൽ കേരളത്തിൽ എല്ലാ ഫിഷ് ഐറ്റംസും കിട്ടുന്ന ചുരുക്കം ചില ഹോട്ടലുകളൊന്നാണ്. അപ്പോൾ ഇവിടെ മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന്, എല്ലാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ അതിദാരുണമായ ഒരു സംഭവം അരങ്ങേറി. അതായത് ഒരു കൂട്ടടി നടന്നു. അതായത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. അതായത് മീനിൻ്റെ വിലയെ ചൊല്ലി അവിടെ ഒരു കൂട്ടടി നടക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യമാണ്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ സംഭവത്തിന് പിന്നിൽ ആരാണ്, അവരുടെ അജണ്ട എന്താണ്, അവരുടെ മോട്ടീവ് എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ട് 4-5 ഒരു സംഘമുള്ള ഒരു ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവർ ചോറും മീനും ഓർഡർ ചെയ്യുന്നു. അപ്പോൾ മീൻ ഓർഡർ ചെയ്തതിൽ ഒരൈറ്റത്തിന് അവർ പറഞ്ഞത്, അറ്റൻഡർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 200 രൂപയാണെന്നാണ്. പക്ഷേ ബില്ല് വന്നപ്പോൾ അതിന് 300 രൂപ അടിച്ചു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്താണ് ആ ചെറുപ്പക്കാരും ആ വെയിറ്ററും അവിടെ അറ്റൻഡറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അത് പിന്നെ ഈ ഭക്ഷണം കഴിക്കാനെത്തിയ ചെറുപ്പക്കാർ അവിടെ മറ്റ് ടേബിളിലിരിക്കുന്ന ഫാമിലി വരെ തെറി പറയുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവിടുത്തെ അറ്റൻഡർ ചോദ്യം ചെയ്തു. അതൊരു കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയുടെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലൊക്കെ ആ അടിയുടെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വരുന്ന വീഡിയോകൾക്കൊക്കെ അടിയിലൊക്കെ കമൻറ്റ് ശ്രദ്ധിച്ചിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വലിയ രീതിയിൽ ഈ ഹോട്ടലിനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ, ഈ ഹോട്ടൽ ശരിയല്ല, അവിടുത്തെ ഭക്ഷണം ശരിയല്ല, ഗോമൂത്രം എന്നൊക്കെ പണ്ട് ഹോട്ടൽ അടച്ചു പൂട്ടണം, ഈ ഹോട്ടൽ പണ്ടേ അടച്ചു പൂട്ടേണ്ടതാണെന്ന തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വലിയ രീതിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നു വെച്ചാൽ ഒരു ആസൂത്രിതമായ ഒരു ആക്രമണം. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിടുന്നില്ല. അതായത് ഹോട്ടൽ ഉടമകൾ തന്നെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അജണ്ട എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പുറത്ത് വിടാമെന്നും. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമ രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ മാനേജർ വിഷ്ണു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. അതായത് ഈ ഹോട്ടലിൽ ഫുള്ളി ഒരു ഹിന്ദുക്കളുടെ ഒരു കട തന്നെയാണ്. അത് തന്നെയാണ് അവിടുത്തെ സുഡാപ്പികളെ ചൊടിപ്പിച്ചത്. അപ്പോൾ അവർ മനഃപൂർവ്വമായിട്ട് മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹോട്ടൽ അടിച്ച് തകർക്കുക. ഇതിനെ മൊത്തത്തിൽ ഈ ഹോട്ടൽ അടച്ച് പൂട്ടുക എന്നൊരു ഉദ്ദേശം മാത്രമേ അവിടെ അടി ഉണ്ടാക്കിയ ആൾക്കാർക്ക്, ആ ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർ അടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതായത് മദ്യപിച്ചിട്ട് തന്നെയാണ് അവർ വന്നത്. അപ്പോൾ അടിയുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ, ആ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സുഡാപ്പികളാണ് ഇതിന് പിന്നിൽ. അതായത് ഈ ഒരു ഹോട്ടലിനെതിരെ മാസങ്ങളായിട്ട് സുഡാപ്പികൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ കവച്ച് വെച്ചുകൊണ്ടാണ് അവിടുത്തെ ബിസിനസ് ഇങ്ങനെ വലിയ രീതിയിൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. അവർ ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റോ ഒരു പെയ്ഡ് പ്രൊമോഷനോ നടത്താത്ത ആൾക്കാരാണ് ഈ ചോറും മീനും എന്ന് പറയുന്ന അതിൻ്റെ അമരത്തിരിക്കുന്നവർ. ഇത് പക്ക മൗത്ത് പബ്ലിസിറ്റിയാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോരോ ആൾക്കാരും ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന പബ്ലിസിറ്റി, മറ്റൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റി, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. അങ്ങനെ വളർന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറത്തെ പല ഹോട്ടലുകൾക്കും ഇത് ഭീഷണിയാണ്. കുറ്റിപ്പുറം മാത്രമല്ല, മണ്ണാർക്കാട് റോട്ടിലുള്ള പല ഹോട്ടലുകൾക്കും ഭീഷണിയാണ്. അതായത് ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്, പണ്ടത്തെ മാതിരില്ല. ആൾക്കാർ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റൊന്നും കണ്ടിട്ടല്ല പോകുന്നത്. അതായത് ലൈവായിട്ടുള്ള റിയൽ ടൈം ഒരു ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ബെസ്റ്റ് ഫുഡ് സ്പോട്ടിൽ നിന്ന് മലപ്പുറം അല്ലെങ്കിൽ കുറ്റിപ്പുറം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സ്പോട്ടാണ് ഈ ചോറും മീനും എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കിട്ടിയ ആ ഒരു മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആൾക്കാർ സ്വയമേ ഒന്നും പെയ്ഡ് ചെയ്യാതെ തന്നെ സ്വയമേ അവർ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോകൾ ഇടുന്നു. അത് വലിയ രീതിയിൽ റീൽസ് ഇടുന്നു, വലിയ രീതിയിൽ റീച്ച് കിട്ടുന്നു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനത്ത് പോലും ഇപ്പോൾ ആൾക്കാർ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് അവർ കന്യാകുമാരിക്കപ്പുറം തമിഴ്നാട് നിന്നൊക്കെയാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രത്തോളം പബ്ലിസിറ്റി ആ ഹോട്ടലിന് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിന് കിട്ടിയ വലിയൊരു ഹൈപ്പും അവരവിടുന്ന് കൊയ്യുന്ന വലിയ ലാഭം ഇതൊക്കെ ഇവിടുത്തെ സുഡാപ്പികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് മാസങ്ങളായിട്ട്, അതായത് ഈ ഹോട്ടലിനെതിരെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ സുഡാപ്പികൾ കാശ് കൊടുത്തിട്ട് ഓരോരോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മീൻ ശരിയല്ല, ചോറ് ശരിയല്ല, അങ്ങനെ പല കുറ്റങ്ങളും പറഞ്ഞിട്ട് വീഡിയോ എങ്ങനെ അടിക്കടി ബാക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. ആൾക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല ചോറ് കിട്ടുന്നുണ്ട്, നല്ല മീൻ കിട്ടുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും മീനിൻ്റെ വില, മാർക്കറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ വ്യതിയാനം വരും. അതായത് കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് ട്രോളിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ട്രോളിങ്ങിൻ്റെ ബാൻ ലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതുവരെ ട്രോളിംഗ് ഉണ്ടായിരുന്നു. അതുവരെ മത്സ്യങ്ങൾക്കൊക്കെ വലിയ തൊട്ടാ പൊള്ളുന്ന പൈസയായിരുന്നു അതുവരെയൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബാൻ ലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് വിലയിൽ കുറച്ച് മാറ്റം വന്നത്. എന്തിനാലും മാർക്കറ്റിൻ്റെ ആ ഒരു വാല്യൂ
വാല്യൂ അനുസരിച്ച് ഇവിടെ മീനിൻ്റെ വിലയും ഇത് വ്യത്യാസം വരും. അപ്പോൾ ഇവർ മീൻ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോറിന് 70 രൂപയാണ്. ഈ ചോറ് 70 രൂപ എന്ന് വെച്ചാൽ ചോറ് അൺലിമിറ്റഡ് ആണ്. അതിൽ തന്നെ 5-6 കറികളുണ്ട്, പഴം, പപ്പടം, പായസം, വലിയ സദ്യയാണ് 70 രൂപയ്ക്ക്. ഈ 70 രൂപയ്ക്ക് ഇത്ര വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ കിട്ടും. കേരളത്തിൽ എവിടെയും കിട്ടില്ല 70 രൂപയ്ക്ക് ഇത്ര വിഭവസമൃദ്ധമായ സദ്യ. അത്രയും ഐറ്റംസ് ഉണ്ട് അതിനകത്ത്, അത്രയും ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചോറ് നിങ്ങൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, അതൊരു എക്സ്ട്രാ ഇതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ കൂട്ടടി നടത്തുന്നതെന്ന് വെച്ചാൽ അതൊരു ഇൻറ്റൻഷലി അവിടെ നടത്തി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ കമൻസുകളിൽ എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ചില സുഡാപ്പി എന്താ പറയേണ്ടത് ജോലിക്കാരും ഇവർക്ക് കുടപിടിച്ചു ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഒരു വഴിയൊരുക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഇത്തരം ഈ രാജീവ് എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ പേര് വെച്ചിട്ട്, അയാളൊരു ഹിന്ദുവാണ്, അയാളൊരു പേര് വെച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നത്. ഗോമൂത്രമാണ് RSSൻ്റെ ഏതോ ഒരു ഹൈന്ദവ പേരുള്ള ഒരുത്തൻ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. അതിന് RSSുമായിട്ട് എന്താണ് ബന്ധം? കമൻറ്റുകളിലൊക്കെ RSSൻ്റെ മേലൊക്കെ കുതിര കയറുന്ന രീതിയിലാണ് ചില സുഡാപ്പികളൊക്കെ, അന്തം സുഡാപ്പികളൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അന്വേഷണം ഇതിലാണ്. അപ്പോൾ ഇവന്മാരെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ പൊതുവേ ഈ അവരുടെ ആൾക്കാർക്കല്ലാതെ മറ്റൊരു സ്ഥാപനം ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായത്തിൽ കൂടുതൽ നിൽക്കുന്നത് ഈ ഇവരുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന രീതിയിലോ അത്തരം കാര്യങ്ങൾ ആ കടയെ തകർക്കുക, അത് ഇവിടെ മാത്രമല്ല, അത് ആഗോള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. എല്ലായിടത്തും, ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല സ്ഥലത്തും ഈ അവരുടേതായ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ആ മോഡ് ഓഫ് ഓപ്പറൻഡി സെയിമാണ് എല്ലാ രാജ്യങ്ങളിലും. ഇപ്പോൾ UK എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എന്താ വെച്ചാൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുക, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തകർക്കുക, അതായത് ഇങ്ങനെയല്ലേ ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് മോശം പറഞ്ഞ് അതിനെ പോപ്പുലാരിറ്റി തകർക്കുക, ഇതൊക്കെയാണ് ലോകത്തിലെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അവർ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക, മറ്റുള്ള സ്ഥാപനങ്ങൾ കുറ്റം പറയുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാലും ഇത് നടത്തിയത് പക്ക സുഡാപ്പികളുടെ മാസങ്ങളായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇതിന് പിന്നിൽ. അതായത് മറ്റുള്ളവരുടെ കട ഇവിടെ സക്സസ് ആവരുത്, താൻ അങ്ങനെ ഇവിടെ കട നടത്തണ്ട, അങ്ങനെ ലാഭം കൊയ്യണ്ട എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് അതിൽ കണ്ണുകടി മൂത്തിട്ടാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സുഡാപ്പി ആക്രമണം ഈ ചോറും മീനും എന്ന് പറയുന്ന ഹോട്ടലിൽ അരങ്ങേറിയത്. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് ഇത്തരം ആൾക്കാരെ സൂക്ഷിച്ചോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ബിസിനസ് നടക്കുമ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇനി ജോലി ചെയ്യാൻ എന്നുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന് പറയുന്ന ഹോട്ടലിൽ ഇറങ്ങിയത്. ഇവരുടെ അജണ്ട തന്നെയാണ് അത്. ഞാൻ പറഞ്ഞാൽ അവർ ഇൻറ്റൻഷ്യലി അവിടെ ക്രിയേറ്റ് ചെയ്തതാണ് ആ സംഭവം. അപ്പോൾ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഒരു കൂട്ടയടിയിൽ കലാശിച്ചത്. അപ്പോൾ ഇനി അറിയേണ്ടത്, അവിടെ ഏകദേശം 160ഓളം സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം കാണാം, പാചകം ചെയ്യുന്നതും പ്രിപ്പറേഷനും എല്ലാം, അതിന് മസാല തയ്യാറാക്കുന്നത് പോലും നമുക്ക് അവിടെ നേരിട്ട് കാണാൻ പറ്റും. അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ അവരെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 200ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടം അവിടെയുണ്ട്. പിന്നെ വിശാലമായ കാർ പാർക്കിംഗ്, ഇതൊക്കെ ചേർന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കണ്ണുകടി മൂത്തിട്ടാണ് സുഡാപ്പികൾ ഈ ഹോട്ടലിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടത്. എന്ത് തന്നെയായാലും അതായത് മലപ്പുറത്ത് ഞങ്ങളുടെ ആൾക്കാരെ അല്ലാത്ത മറ്റൊരു ഹോട്ടൽ വേണ്ട, അങ്ങനെ ലാഭം കൊയ്യണ്ട എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് അവരവിടെ വന്നത്. അവരുടെ ഉദ്ദേശം തന്നെ ആ ഹോട്ടൽ അടിച്ചു തകർക്കുക, എന്നേക്കുമായിട്ട് പൂട്ടിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് വന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഓണേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പറയും ആരാണ് എന്താണെന്നില്ലേ. നമുക്ക് അതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.